നമസ്കാരം, ഞാൻ ഡോക്ടർ നവ്യ. ഞാൻ ലൂർദസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് എൻഡോക്രൈനോളജിസ്റ്റാണ്. ഞാനിന്ന് സംസാരിക്കുന്നത് തൈറോയിഡിലുണ്ടാവുന്ന മുഴയെ പറ്റിയാണ്. അപ്പോൾ എല്ലാ മുഴകളും പേടിക്കേണ്ടതുണ്ടോ? എന്തുള്ളപ്പോഴാണ് നമ്മൾ മുഴ എന്തെങ്കിലും ചെയ്യേണ്ടത്? എന്തുള്ളപ്പോഴാണ് നമ്മൾ വറി ചെയ്യേണ്ടത്? ഇതിനെയൊക്കെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ തൈറോയിഡ് മുഴകൾ സർവ്വസാധാരണമാണ്. നമ്മളൊരു 60 വയസ്സ് എത്തുന്നതിന് മുമ്പ് 50% പേർക്കെങ്കിലും തൈറോയിഡിൽ മുഴ ഉണ്ടായി കാണാം. അപ്പോൾ അതെങ്ങനെയാണ് സാധാരണ കണ്ടുപിടിക്കുന്നത്? സാധാരണ നമ്മൾ തപ്പി നോക്കുമ്പോൾ ചിലർക്ക് മുഴയുള്ളതായിട്ട് തോന്നും. ചിലരോട് വേറെ ആൾക്കാർ പറയും തൈറോയിഡ് വലുതായിട്ടുണ്ട്, അങ്ങനെ ആൾക്കാർ വരാറുണ്ട്. അല്ലെങ്കിൽ വേറെ എന്തിനെങ്കിലും വേണ്ടി സ്കാൻ ചെയ്യുമ്പം നമ്മൾക്ക് വളരെ ഇൻസിഡൻ്റലായിട്ട് തൈറോയിഡിൽ നൊഡ്യൂൾസ് കിട്ടാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ നൊഡ്യൂൾസ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നൊഡ്യൂൾസ് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഡോക്ടറിനെ പോയി കാണുക. ഡോക്ടർ പരിശോധിച്ചിട്ട് നിങ്ങളുടെ തൈറോയിഡ് മൊത്തമായിട്ട് വലുതായിട്ടിരിക്കുന്നതാണോ അല്ലെങ്കിൽ പ്രത്യേക മുഴകളാണോ എന്നൊക്കെ ഡോക്ടറിന് തൊട്ട് നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാവും. ആവശ്യമെങ്കിൽ ഡോക്ടർ അൾട്രാസൗണ്ട് സ്കാൻ എടുക്കാനായിട്ട് പറയും. അപ്പോൾ അൾട്രാസൗണ്ട് സ്കാൻ എടുക്കുന്നതിലൂടെ നമ്മൾക്ക് ആ മുഴയുടെ സൈസ് അറിയാനും ആ മുഴയുടെ സ്വഭാവം അറിയാനായിട്ടും പറ്റും. അപ്പോൾ നമ്മൾ സ്കാനൊക്കെ നോക്കുമ്പോൾ നമ്മൾ കണ്ടു കാണും തൈറോയിഡ്സ് 1, 2, 3, 4, 5 എന്നൊക്കെ. അപ്പോൾ ആ ഗ്രേഡ് അനുസരിച്ച് ഡോക്ടർ അത് കുത്തി പരിശോധിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കും. അപ്പോൾ കുത്തി പരിശോധന എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ആ നൊഡ്യൂൾ കണ്ടിട്ട് അതിനകത്തേക്ക് വളരെ ചെറിയൊരു സൂചി കടത്തിവിടും. എന്നിട്ട് കോശങ്ങൾ എടുക്കും. അപ്പോൾ ആ മുഴയുടെ പല സൈറ്റുകളിൽ നിന്ന് കോശങ്ങൾ എടുക്കും. സോ ദാറ്റ് നമ്മൾ ക്യാൻസറസ് ആയിട്ടുള്ള എന്തെങ്കിലും ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ മിസ്സ് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത്രയും പ്രാവശ്യം കുത്തി നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് പല കോശങ്ങൾ കിട്ടും. അപ്പോൾ ഈ കോശങ്ങളെ പത്തോളജിസ്റ്റ് പരിശോധിച്ച് ആ കോശങ്ങൾക്ക് എന്തെങ്കിലും ക്യാൻസറസ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ടോ എന്ന് പത്തോളജിസ്റ്റ് നോക്കും. അതനുസരിച്ച് ഗ്രേഡ് ചെയ്ത് പത്തോളജിസ്റ്റ് റിപ്പോർട്ട് ചെയ്യും. അപ്പോൾ സ്കാനും ഈ ഒരു FNACയുടെ ഫലവും കൂടെ കോറിലേറ്റ് ചെയ്തിട്ട് ഡോക്ടർ നിങ്ങളോട് എങ്ങനെയാണെന്ന് വെച്ചാൽ സംസാരിക്കും. അപ്പോൾ ക്യാൻസറസ് ആവാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ ഡോക്ടർ അത് എടുത്തു കളയാനായിട്ട് നിർദ്ദേശിക്കും. അതുപോലെ അധികം സാധ്യതകളില്ല, വളരെ മൈനർ സാധ്യതകളേ ഉള്ളൂ, വേറെ എന്തെങ്കിലും ആണെങ്കിൽ മുഴ വളരുന്നുണ്ടോ എന്നറിയാൻ ഇടയ്ക്കിടയ്ക്ക് സ്കാൻ ചെയ്ത് നോക്കാൻ ഡോക്ടർ നിങ്ങളോട് നിർദ്ദേശിക്കും. ഇപ്പോൾ വളരെ നൂതനമായിട്ടുള്ള മറ്റൊരു കാര്യം കൂടെ ഇറങ്ങിയിട്ടുണ്ട്. അതായത് ഈ നമ്മൾക്ക് പത്തോളജിസ്റ്റ് നോക്കുമ്പം സസ്പീഷ്യസ് ആയിട്ടുള്ള മുഴകളുണ്ടാവും. അതായത് ക്യാൻസർ ആണോ അല്ലയോ എന്ന് നമ്മൾക്ക് തീർത്തും പറയാനാവാത്ത മുഴകളുണ്ട്. അപ്പോൾ ആ ദ്രാവകം നമുക്ക് മോളിക്യുലർ ടെസ്റ്റിങ്ങിന് അയക്കാനുള്ളൊരു ഓപ്ഷനും ഉണ്ട്. അപ്പോൾ അത് അയക്കുകയാണെങ്കിൽ നമ്മൾക്ക് അതിലുള്ള ജീൻസിൻ്റെ മ്യൂട്ടേഷൻസ് അനുസരിച്ച് ഈ ഒരു സംഭവം എന്തോരം ക്യാൻസറസ് ആണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അത് കുറച്ച് കോസ്റ്റ്ലിയാണ് ഇപ്പോൾ, പക്ഷേ ഭാവിയിൽ അത് സാധാരണമായേക്കാം. അപ്പോൾ ഈ മോളിക്യുലർ ടെസ്റ്റിങ്ങും FNAC ഫ്ലൂയിഡ്സിൻ്റെ ഒരു ഓപ്ഷനാണ്. ഇനി ഡോക്ടർ നോക്കുമ്പോഴേക്കും തീരെ കാർസിനോജനിക് അല്ലാത്ത മുഴകൾ, അതായത് ക്യാൻസർ അല്ലാത്ത മുഴകൾ പക്ഷേ സൈസ് കൂടുതലുണ്ടെങ്കിൽ, ക്യാൻസറസ് അല്ലെന്ന് ഡോക്ടറിന് 100% ഉറപ്പുള്ള മുഴകൾ പക്ഷേ വലുതായിട്ടുള്ള മുഴകൾ, റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ എന്ന നൂതന ചികിത്സാ വിധിയിലൂടെ നമ്മൾക്ക് ഒരു കറണ്ട് പാസ് ചെയ്ത് അതിൻ്റെ സൈസ് ശ്രിങ്ക് ചെയ്തെടുക്കാനും സാധിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ തൈറോയിഡ് നൊഡ്യൂൾസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്, മാനേജ് ചെയ്യാൻ പറയുന്നത്. പിന്നെ എപ്പോഴൊക്കെയാണ് സർജറി പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ക്യാൻസറസ് ആണോ എന്ന് നമ്മൾക്ക് സംശയമുള്ളപ്പോൾ, പിന്നെ അതിൻ്റെ സൈസ് കൂടി വരികയാണെങ്കിൽ, പിന്നെ അതിൻ്റെ സൈസ് ഒരു 4 സെൻറ്റിമീറ്റർ മേളിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിത് എടുത്ത് കളയുന്നതായിരിക്കും നല്ലത്. കാരണം തൈറോയിഡ് ഇരിക്കുന്നത് നമ്മുടെ ശ്വാസനാളത്തിൻ്റെ മുകളിലാണ്. അപ്പോൾ ഒരുപാട് വലുതായി കഴിഞ്ഞാൽ അവിടെയൊക്കെ ഒരു കംപ്രഷൻ വരാനായിട്ട് സാധ്യതയുണ്ട്. കാരണം നെക്ക് വളരെ ചെറിയൊരു സ്ഥലമാണ്. അപ്പോൾ എന്തെങ്കിലും കംപ്രഷൻ ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കഴുത്തിൻ്റെ താഴേക്ക് അത് വളരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിഴുങ്ങാൻ പ്രയാസം, അല്ലെങ്കിൽ ശബ്ദത്തിന് മാറ്റം, അല്ലെങ്കിൽ വെള്ളം കുടിക്കാൻ പ്രയാസം, കിടക്കുമ്പോൾ ശ്വാസം മുട്ടൽ, ഇങ്ങനെ എന്തെങ്കിലും ഫീച്ചേഴ്സ് ഉണ്ടെങ്കിലും ഡോക്ടർ നിങ്ങളോട് അത് എടുത്ത് കളയാനായിട്ട് ആവശ്യപ്പെടും.